ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഇത് ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലമാണ്. പേജ് നമ്പർ 191 ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Square of side 5 cm and 4 isosceles triangle of side 5 cm and slant height is 8 cm is put together to form a pyramid. How many square centimeter of paper is needed? അതായത് ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര പേപ്പർ വേണമെന്ന് അതിൻ്റെ ബേസ് തന്നിട്ടുണ്ട്. അതിലുള്ളത് ഐസോസറസ് ട്രയാങ്കിൾ ആണ്. പിന്നെ ആദ്യത്തെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആ ട്രയാങ്കിൾ, പിരമിഡിൻ്റെ ട്രയാങ്കിൾ ഒന്നിൽ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഐസോസറസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസറസ് എന്ന് പറഞ്ഞാൽ 2 വശങ്ങൾ തുല്യം, ഈക്വലാറ്റർ എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും തുല്യം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഫിഗർ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡിൻ്റെ ഫിഗർ. ഓക്കെ. പിന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്, തന്നിരിക്കുന്ന അളവുകളെല്ലാം എടുത്ത് എഴുതണം. അതിന് മാർക്കുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്ക്വയറിൻ്റെ സൈഡ് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ലെറ്റർ ഏതാണ്? എ ആണ്. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഐസോസറസ് ട്രയാങ്കിളിൻ്റെ സൈഡ് 5 സെൻറ്റിമീറ്റർ. ഇത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക സ്ക്വയർ ഇതിലേതാണ്? ട്രയാങ്കിളിൻ്റെ സൈഡാണോ സ്ക്വയറിൻ്റെ സൈഡാണോ? ഇപ്പം അതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്ക്വയർ പിരമിഡിന് സ്ക്വയറിൻ്റെ സൈഡും ട്രയാങ്കിളിൻ്റെ ബേസും സെയിം ആയിരിക്കും അല്ലേ? ഈ സ്ക്വയറിലല്ലേ ഇരിക്കുന്നത്. അപ്പം ഒരു വ്യത്യാസം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകില്ല. കാരണം കണ്ടാൽ അവർ പറഞ്ഞു രണ്ടും 5 സെൻറ്റിമീറ്റർ ആണ് നിൽക്കുന്നത്. അതായത് സ്ക്വയറിൻ്റെ ഈ സ്ക്വയറിൽ തന്നെയാണ് ഈ പിരമിഡ് ഇരിക്കുന്നത്. അപ്പം രണ്ടിൻ്റെയും ബേസ് സെയിം ആയിരിക്കും. അതെത്രയാണ്? 5. ഇനി ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഹൈറ്റ്. ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് ആണ് നിൽക്കുന്നത്. സ്ലാൻഡ് ഹൈറ്റിൻ്റെ ലെറ്റർ നിങ്ങൾക്കറിയാം. ഇവിടെ നേരിട്ട് തന്നിരിക്കുകയാണ് സ്ലാൻഡ് ഹൈറ്റ്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ലാറ്ററൽ എഡ്ജാണ്. ഇവിടെ നേരിട്ട് സ്ലാൻഡ് ഹൈറ്റ് എന്താ? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇത് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ. ഇനി ഇതിന് എത്ര പേപ്പർ വേണം ഇതുണ്ടാക്കാനെന്ന്, ഈ പിരമിഡ് ഉണ്ടാക്കാൻ എത്ര പേപ്പർ വേണമെന്ന്? ഇത്രയേ ഉള്ളൂ. ടോട്ടൽ സർഫസ് ഏരിയ. സർഫസ് ഏരിയയുടെ ഫോർമുല എഴുതുക. അതിൽ മാർക്കുണ്ട്. എന്താണ്? A² + 2AL. ഇവിടെ ഒന്നും കണ്ടുപിടിക്കാനില്ല, നേരിട്ട് ഫോർമുലയ്ക്കകത്തോട്ടെ. A² എത്രയാണ്? എത്രയാണ്? 5. അതിൻ്റെ സ്ക്വയർ 2 × A5. L തന്നിട്ടുണ്ട് 8. ഓക്കെ. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 പ്ലസ് ഇതിലൂടെ ഇൻറ്റു ചെയ്തേ 80. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 105 സെൻറ്റിമീറ്റർ സ്ക്വയർ. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് എടുത്തെഴുതണം. 105 സെൻറ്റിമീറ്റർ സ്ക്വയർ ഓഫ് പേപ്പർ ഈസ് നീഡഡ് ടു മേക്ക് ദിസ് പിരമിഡ് എന്ന് നമ്മളത് കൺക്ലൂഡ് ചെയ്യണം. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഏതെഴുതിയാലും ശരിയാണ്. യൂണിറ്റിനൊക്കെ മാർക്കുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നിങ്ങളുടെ ആൻസർ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കണം. അതിനൊക്കെ അതായത് പെട്ടെന്ന് തന്നെ ഇപ്പം എക്സാമിനൊക്കെ നോക്കുമ്പോൾ അവർ ഇതെവിടെ ആൻസർ കിടക്കുന്നത് നോക്കാൻ അവർക്ക് സമയമില്ല. അപ്പം നമ്മൾ ഇത് അണ്ടർലൈൻ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ടീച്ചേഴ്സിൻ്റെ നോട്ടം അങ്ങോട്ട് ചെല്ലും. അപ്പോൾ ആൻസറിന് നമുക്ക് കറക്റ്റായിട്ടുള്ള മാർക്ക് കിട്ടുകയും ചെയ്യും. അത് അണ്ടർലൈൻ ചെയ്യുക. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തെടുത്ത് എഴുതുകയും ചെയ്യുക. ഇത് സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. അപ്പം മനസ്സിലായല്ലോ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്നുകൂടെ തന്നെത്താനെ, ഞാൻ മറ്റ് വീഡിയോസ് പറയുന്ന പോലെ നിങ്ങൾ തന്നെത്താനെ ഒന്നുകൂടെ തന്നെ ചെയ്ത് നോക്കിയിട്ട് തെറ്റ് വന്നാൽ ശരിയാവും. അഥവാ തെറ്റിപ്പോയെങ്കിൽ അതെവിടെയാണ് തെറ്റിയെന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ. ഗുഡ് ലക്ക്.